കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറിയിലെ ഇന്ന് നമ്മുടെ അതിഥി ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആസ്റ്റർ മിംസ് മലബാറിൻ്റെ ആധുനിക ചികിത്സാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഒരു നാമമാണ് ആസ്റ്റർ മിംസ് കണ്ണൂർ. വടക്കേ മലബാറിൽ അങ്ങനെ ഇവരാണ് വന്നപ്പോഴാണ്, ആസ്റ്റർ മിംസ് വന്നപ്പോഴാണ് ആധുനിക ചികിത്സാ രംഗത്ത് ഒരു വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ ആസ്റ്റർ മിംസിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ KG സാബുവാണ് ഇന്ന് നമ്മുടെ അതിഥി. 1.5 പതിറ്റാണ്ട് കാലത്തെ പരിചയമാണ്. 10 വർഷം നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ 3.5 കോടി ജനമുണ്ട്. അതിൽ വെറും 320 പേർ മാത്രമാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളുള്ളത്. അതിലൊരാൾ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് പഴയ കാലത്ത് നമുക്കറിയാം, നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ നൽകിയിരുന്നത് നാട്ടുവൈദ്യന്മാരായിരുന്നു. പിന്നെ ആധുനിക വൈദ്യം രംഗത്ത് വന്നു. അങ്ങനെ MBBSകാരാണ് ഒരു കാലത്ത് നമ്മളെല്ലാം ചികിത്സിച്ചത്. പിന്നെ മാറി നിറുകം തല മുതൽ പെരുവിരൽ വരെയുള്ള ഭാഗത്തിന് ഓരോന്നിനും ഡോക്ടർമാരായി. ഈ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമാണ്. ഉദരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഭക്ഷണവും അതിൻ്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഏതാണ്ട് 10-13 വർഷക്കാലം പഠിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന ആ ഒരു ശാഖ ഇന്ന് മലബാറിൽ സുപരിചിതമാക്കിയ ഏറ്റവും ആധുനിക ചികിത്സ നമുക്ക് നൽകുന്ന ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളിൽ പ്രമുഖന്മാരിൽ ഒരാളായ ഡോക്ടർ KG സാബു നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് ഈ ഗ്യാസ്ട്രോ എൻട്രോളജി എന്താണെന്ന് നോക്കാം. അതിനുശേഷം സാബുവിനെ അറിയാം. പ്രേക്ഷകർക്കും ഒപ്പം KG സാബുവിനും സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ഞാനിപ്പം തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഗ്യാസ്ട്രോ എൻട്രോളജി, പൾമനോളജി, കാർഡിയോളജി അങ്ങനെ എല്ലാത്തിനും സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. അതെ. ഇപ്പം ശരിക്കും ഭക്ഷണം കഴിക്കുന്ന തൊണ്ട മുതൽ മലമൂത്ര വിസർജനം ചുണ്ട് മുതൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ സാധാരണ സക്സസ് സ്റ്റോറിയിൽ അവരുടെ ബാല്യകാലമാണ് തുടങ്ങുന്നത്. പക്ഷെ ഇത് ജനങ്ങളൊരു ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന ഈ സംവിധാനത്തെ കുറിച്ചൊന്ന് ആഗ്രഹിക്കും. എന്താണ്, നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ഏറ്റവും താഴെത്തട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്താണെന്ന് ചുരുങ്ങിയ വാക്കുകളൊന്ന് പറയാൻ പറ്റും? ഇതൊരു ഗ്യാസ്ട്രോൻട്രോളജി എന്ന വിഭാഗം മോഡേൺ സയൻസിന്റെ, മോഡേൺ മെഡിസിന്റെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചുണ്ട് മുതൽ മലദ്വാരം വരെയുള്ള കുടലിന്റെ മാത്രമല്ല, കുടലിന്റെ വെളിയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ ലിവർ, പാൻക്രിയാസ്, ഈ അവയവങ്ങളുടെ കൂടെ സമഗ്രമായ രോഗനിർണയവും അതുപോലെ തന്നെ ചികിത്സാ രീതിയും നിശ്ചയിക്കുന്നത് ഗ്യാസ്ട്രോൻട്രോളജി വിഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഗ്യാസ്ട്രോൻട്രോളജി വിഭാഗത്തിലും സബ് സ്പെഷ്യലൈസേഷൻ, ലിവറിനെ മാത്രം ചികിത്സിക്കുന്ന ഹെപ്പറ്റോളജിസ്റ്റ്, പാൻക്രിയാസ് ചികിത്സിക്കുന്ന പാൻക്രിയാറ്റോളജിസ്റ്റ്, അപ്പോൾ ഇതിലെ കൂടി സബ് സ്പെഷ്യലൈസേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഇത് വളരെ അധികം എക്സ്പാൻഡ് ചെയ്യുന്നൊരു ഫീൽഡാണ്. മെഡിക്കൽ ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസർച്ചും അതുപോലെ തന്നെ എക്സ്പെരിമെന്റ്സും നടക്കുന്ന വിഭാഗമാണ് ഹെപ്പറ്റോളജി, ലിവറിനെ സംബന്ധിച്ച മെഡിക്കൽ ശാഖ. അപ്പോൾ അതുകൊണ്ട് ഇതിലെല്ലാം പുതിയ ചികിത്സാ രീതികളും അതുപോലെ തന്നെ റിസർച്ചും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഭാഗമാണ്. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വിഭാഗം ആയിക്കഴിഞ്ഞു ഹെപ്പറ്റോളജിസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ 3 വർഷം ഗ്യാസ്ട്രോളജി പഠിക്കുന്ന പോലെ തന്നെ ഹെപ്പറ്റോളജി 3 വർഷം DM ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ശാഖയായി മാറിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇതൊരു അതിവേഗം അനുദിനം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ശാഖയാണ് ഗ്യാസ്ട്രോൻട്രോളജി. ഈ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് പരിഗണിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, നിങ്ങളിലേക്ക് മാത്രം ആശ്രയിക്കുന്ന ഏതൊക്കെ മേഖല? അല്ല, ഇപ്പോൾ ഈ ജനറലായിട്ട് ഇപ്പോൾ ഗ്യാസ്ട്രോൻട്രോളജി ഡോക്ടേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ലിവറും പാൻക്രിയാസിനെ സംബന്ധിച്ച് എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്ന ഗ്യാസ്ട്രോൻട്രോളജി ഡോക്ടേഴ്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഈവൻ അതിൽ പോലും സബ് സ്പെഷ്യൽ വന്നു എന്നാണ്. പക്ഷേ അത് അത്രയും കോമൺ ആയിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ.
പുറത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ്ട്രോളജിസ്റ്റ് തന്നെയാണ് കുടലിനെ സംബന്ധിച്ച രോഗങ്ങളും ലിവറിനെ സംബന്ധിച്ച രോഗങ്ങളും പാങ്ക്രിയാസിന്റെ രോഗങ്ങളും ചികിത്സിക്കുന്നത് ഗ്യാസ്ട്രോളജിസ്റ്റ് തന്നെയാണ്. എന്തൊക്കെ രോഗങ്ങളുള്ളവരാണ്, എന്തൊക്കെ അസ്വസ്ഥതകളുള്ള മനുഷ്യന്മാരാണ് ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ സമീപിക്കേണ്ടത്? ഇപ്പോൾ എൻ്റെ ഒപ്പിൽ വരുന്ന ഒരു 100 പേഷ്യൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 50-60% രോഗികൾ ഉദര സംബന്ധമായിട്ട് കുടൽ സംബന്ധമായ രോഗം, അസിഡിറ്റി നമ്മളൊരു ഡിസ്പെപ്സിയ എന്ന് പറയും, അല്ലെങ്കിൽ ആസിഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയും. നമ്മൾ റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ ഡിസ്പെപ്സിയ. സാധാരണ ആളുകൾ ഗ്യാസ് എന്ന് പറയുന്നത്, ഗ്യാസ് എന്ന് ചില ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും ആൾക്കാർ ഗ്യാസ് എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ നമ്മളതിന് പറയുന്നത് മോഡേൺ സയൻസ് മെഡിസിൻ പറയുന്നത് ഡിസ്പെപ്സിയ എന്ന് പറയുന്നത് ദഹന സംബന്ധമായിട്ട് രോഗങ്ങൾ. അതാണ് മേജറായിട്ടുള്ളൊരു ഭാഗം. രണ്ടാമത് വരുന്ന ഒരു വിഭാഗം എന്ന് വെച്ചാൽ ലിവറിനെ സംബന്ധിച്ച രോഗങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫാറ്റ് ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ, അത് വളരെയധികം സാധാരണയായിട്ട് കാണുന്നൊരു രോഗമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു പുതിയ വിവരം അനുസരിച്ചിട്ട് 2-1 ഇന്ത്യയിലെല്ലാം 2-1 ഫാറ്റ് ലിവർ ഉണ്ടെന്നാണ് കണക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത് 2019 ഡോക്ടർ കെ ടി ഷണോയ് തിരുവനന്തപുരത്ത് നടത്തിയൊരു സ്റ്റഡി, ഏകദേശം 2000 ആളുകൾ നടത്തിയൊരു സ്റ്റഡിയാണ്. അതുപ്രകാരം 49% തിരുവനന്തപുരം സിറ്റിയിൽ 49% ആളുകൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 2-1 നമ്മളിവിടെ 4 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 പേർക്ക് ഫാറ്റ് ലിവർ ഉണ്ടാവുന്നതാണ്. പുതിയ 2 പേരിൽ ഒരാൾക്ക് ഫാറ്റ് ലിവർ ഉള്ള എന്ന് പറഞ്ഞാൽ 47% ജനങ്ങൾക്കും. അതെ 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 അതുപോലെ തന്നെ ഈ റീസെന്റ് ആയിട്ട് ഈ ഡൽഹിയിൽ ഒരു സ്റ്റഡി നടന്നിരുന്നു. നമ്മുടെ പ്രഗത്ഭനായ ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ SK സറീൻ ILBS, അവരുടെ ഇത് പ്രകാരം അവർ ഏറ്റവും നൂതനമായിട്ടുള്ള ഫൈബ്രോസ്കാൻ വെച്ചിട്ടാണ് ഫാറ്റ് ലിവർ കണ്ടുപിടിച്ചത്. 54% ആൾക്കാർക്ക് 54% ഡൽഹി മൊഹല്ല ക്ലിനിക്കിൽ നടത്തിയ സ്റ്റഡിയിൽ 54% ആൾക്കാർക്ക് ഫാറ്റ് ലിവർ ഉണ്ടെന്നാണ് അവരുടെ കണ്ടുപിടുത്തം, അവരുടെ ഇത്. അപ്പം അതിനർത്ഥം അതും വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പിയിൽ ഏകദേശം ഒരു 30% ആൾക്കാർക്ക് 40% ആൾക്കാർ വരുന്നത് ലിവർ സംബന്ധമായിട്ടുള്ള, പ്രത്യേകിച്ച് ഫാറ്റ് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖബാധിതരാണ്. ഫാറ്റി ലിവർ ഒരാൾക്ക് വന്നിട്ടുണ്ട്, കാണിക്കാവുന്ന ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ ഫാറ്റ് ലിവർ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ബോഡിയിൽ കാണിക്കുന്നില്ല, ഒരു അസുഖമാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ചെറിയ ഒരു വയറിന്റെ വലത് ഭാഗത്ത് ചെറിയൊരു വേദന, പിന്നെ രണ്ടാമത്തെ പ്രധാന ലക്ഷണം ക്ഷീണമാണ്, വിട്ടുമാറാത്ത ക്ഷീണം, നമ്മൾ ഫറ്റീഗ് എന്ന് പറയുന്ന ഇത്. അതൊരു പ്രധാനപ്പെട്ട ലക്ഷണം. ലിവർ സംബന്ധമായ രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണം ക്ഷീണമാണ്, വിട്ടുമാറാത്ത ക്ഷീണം. വേറെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷീണമാണ് ഫാറ്റ് ലിവറിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ഉദര സംബന്ധമായ അസുഖങ്ങൾ വേറെ ഈ അസിഡിറ്റി എന്ന് പറയുന്നത് സാർ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് ഒരാള് വയറുമായിട്ട് എന്ത് വിഷയം വന്നാലും ആള് പറയുന്നത് ഗ്യാസാണ്, അസിഡിറ്റി ആണ്. അതിനപ്പുറത്തേക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു ഹൈ റിസ്ക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അലാം സിംറ്റംസ് എന്ന് പറയും. അതായത് ഒന്ന് വിശപ്പില്ലായ്മ, വിളർച്ച, പാലർ, അതായത് രക്തക്കുറവ് ഉണ്ടാവുന്നു. പിന്നെയുള്ളത് വെയിറ്റ് ലോസ്, അതായത് നമ്മളൊരു 10% വെയിറ്റ് ശരീരഭാരം ഒരു 6 മാസത്തിനുള്ളിൽ കുറയുന്നു എന്ന് വരിക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഉദര സംബന്ധമായ രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പ്രത്യേകിച്ച് ഈ ഉദര സംബന്ധമായ ക്യാൻസറും, അതായത് നമ്മുടെ ആമാശയത്തിന്റെ ക്യാൻസർ, പാങ്ക്രിയാസിന്റെ ക്യാൻസർ, വൻകുടലിന്റെ ക്യാൻസർ, ഇതിനൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണം വെയിറ്റ് ലോസ് ആണ്. വെയിറ്റ് ലോസ്. അപ്പൊ ഈ വിശപ്പില്ലായ്മ, വിളർച്ച, വെയിറ്റ് ലോസ് ഓർ ഭാരക്കുറവ്, ഇതെല്ലാം ഈ നമ്മൾ അലാം സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഗാസ്ട്രോന്ററോളജി ഡോക്ടറെ കാണിച്ച് വിശദമായ പരിശോധനകൾക്ക് വിധേയമാവേണ്ടതാണ്. ഇതാണ് വയറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന അലാം സിംറ്റംസ്. ഈ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ ആളുകൾ കള്ളു കുടിക്കുന്നവർക്കാണ് ലിവർ സിറോസിസ്. ഒരാൾക്ക് ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ അവൻ വെള്ളമടിയാണ് അവന്റെ പ്രധാന പണി എന്ന നിലക്കാണ് കരുതിയത്. ഇന്ന് 54% ആളുകൾക്കും ലിവർ സിറോസിസ് വരുന്നു എന്നൊരു സ്ഥിതി വന്നാൽ അതിന് കാരണം എന്തായിരിക്കും? ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് ഈ ലിവർ സിറോസിന് പ്രധാനപ്പെട്ട കാരണം മദ്യപാനമായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ള ഒരു ലോകം മുഴുവൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചാണ്. ഈ ലിവർ സിറോസിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഫാറ്റ് ലിവറാണ്. അതായത് കരളിൽ കൊഴുപ്പ് കഴിഞ്ഞു കൂടുന്ന അവസ്ഥ. അതായത് ഈ കരളിന് ആൽക്കഹോളും മദ്യവും അതുപോലെ തന്നെ ഫാറ്റും കൊഴുപ്പും ഉണ്ടാക്കുന്ന ഡാമേജ് ഒരേപോലെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ മനസ്സിലാലോചിക്കും, എന്തൊക്കെ ഭക്ഷണം കഴിച്ചാൽ ലിവർ ഡാമേജ് ആവും? അതായത് ഒരു മനുഷ്യന് ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അതായത് ഫാറ്റ്, അതായത് കൊഴുപ്പ് ഒരു സ്റ്റോറേജ് ഫോം എനർജിയാണ്. അതായത് നമ്മുടെ ശരീരത്തിന് എനർജി
ഊർജം ശേഖരിച്ചു വെക്കാവുന്ന ഒരു ഏക ഫാറ്റാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ഊർജം ശേഖരിച്ചു വെക്കണമെങ്കിൽ ഫാറ്റ്, കൊഴുപ്പ് മാത്രമേ മാർഗമുള്ളൂ. വേറെ അതായത് നമ്മളൊരു 3 ഇതാ പറയുന്നത്. അതായത് കൊഴുപ്പ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അന്നജം, മാംസ്യം. ഇതാണ് നമ്മുടെ ഒരു മാക്രോ ന്യൂട്രിയൻ എന്ന് പറയുന്നത്. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു 3 ഘടകങ്ങൾ അതാണ്. അപ്പോൾ അതിൽ ഊർജ്ജമായി ശേഖരിച്ചു വെക്കാവുന്ന ഏക പദാർത്ഥം കൊഴുപ്പാണ്. അതുകൊണ്ടാണ് അതപ്പോൾ നമ്മൾ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഒരു കാലറി ഒരു 1000 ആണെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമ്മളൊരു 1200 കഴിക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന 200 കാലറി ബോഡി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആവശ്യം വരുന്നൊരവസ്ഥ, അതായത് ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയിൽ, ക്ഷാമ അവസ്ഥയിൽ ഉപയോഗിക്കാനായിട്ട് ശേഖരിച്ചു വെക്കുന്നതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 10 അല്ലെങ്കിൽ നമ്മുടെ 100 അല്ലെങ്കിൽ 200 വർഷത്തിന് മുമ്പ് ഭക്ഷണം ഇത്ര സുഭിക്ഷമായിട്ട് അവൈലബിൾ ആയിരുന്നില്ല. അന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ചില വർഷങ്ങൾക്ക് മുമ്പ് അതെ ഇപ്പൊ അവൈലബിൾ ആണ്. 24/7 അവൈലബിൾ ആയി പോയി. അപ്പൊ അതുകൊണ്ട് കൊഴുപ്പ് ശേഖരിക്കേണ്ട ആവശ്യം മനുഷ്യർക്ക് ഇപ്പൊ ഇല്ല. പക്ഷെ ഒരു 1000 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മനുഷ്യർക്ക് മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഭക്ഷണം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കൊഴുപ്പിന്റെ ആവശ്യം വന്നത്. പക്ഷെ ഇന്നത്തെ അവസരത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വരുന്നേ ഇല്ല. ഭക്ഷണം സുലഭമായിട്ട് അവൈലബിൾ ആണ്, ഏത് സമയത്ത് അവൈലബിൾ ആണ്, ഏത് രൂപത്തിലും അവൈലബിൾ ആണ്. പാക്കറ്റായിട്ടായാലും ഏത് രൂപത്തിലും വരുന്നതുകൊണ്ട് കൊഴുപ്പിന്റെ ആവശ്യം ശരീരത്തിന് ആവശ്യമില്ല. നോർമൽ ലെവറിൽ സാധാരണ കാണുന്ന കൊഴുപ്പിന്റെ അളവ് 5% താഴെയാണ്. 5% താഴെ. അതൊരു 10% കൂടുതലായിട്ട് വരുമ്പോഴാണ് ഫാറ്റ് ലിവർ അഥവാ കരൾ കൊഴുപ്പ് രോഗം വരുന്നത്. നമ്മൾ ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് 10% കൂടുതൽ ലിവർ ഫാറ്റ് അടിഞ്ഞു കൂടുമ്പോഴാണ്. അപ്പോൾ ഈ കൊഴുപ്പ് മദ്യം പോലെ തന്നെ ലിവറിന്റെ കോശങ്ങൾക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കുന്നു. എളുപ്പത്തിൽ ഫാറ്റ് ആവുന്നു. അതാണ് ഒരു കോമൺ ഒരു ജനങ്ങളുടെ ഒരു മിഥ്യാധാരണ വളരെ ഇതായിട്ടുണ്ട്. അതായത് ആളുകൾ വിചാരിക്കുന്ന കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് ലിവർ കൊഴുപ്പ് വരുന്നതാണ്. അതെ, അത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. അത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിൽ എളുപ്പത്തിൽ കൊഴുപ്പാവുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് ഷുഗറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ഷുഗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള ഷുഗർ ആയാലും ഈ ഷുഗറിൽ ഒരു 50% നമ്മൾ കോമൺ ഷുഗർ എന്ന് പറയുന്നത് ടേബിൾ ഷുഗറിന്റെ 50% ഗ്ലൂക്കോസ്, 50% ഫ്രക്ടോസ് ആണ്. ഈ ഫ്രക്ടോസ് മനുഷ്യരുടെ ശരീരത്തില് ലിവറിൽ മാത്രമേ അതിന്റെ പ്രവർത്തനം നടക്കുന്നുള്ളൂ. അതിന്റെ മെറ്റബോളിസം, അതിന്റെ ഉപഭോജനം നടക്കുന്നത് ലിവറിൽ മാത്രമാണ്. അതും ഈ ഫ്രക്ടോസ് ഡയറക്ട്ലി ഫാറ്റായിട്ട് മാറുക ചെയ്യുന്നു. അതിന് വേറെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളില്ല, മെറ്റബോളിസം ഇല്ല. ഫ്രക്ടോസ് ഡയറക്ട്ലി ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷുഗറിന്റെ ഉപയോഗം, അതായത് പഞ്ചസാരയുടെ ഉപയോഗമാണ് ഈ കരളിലെ കൊഴുപ്പ് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. മദ്യം പോലെ തന്നെ അപകടമായിട്ടുള്ള ഒരു സംഭവമാണ് പഞ്ചസാര. മദ്യം പോലെ തന്നെ ഇതാണ്. അപ്പൊ ഈ അറിവ് സാധാരണ ജനങ്ങൾക്കില്ല. സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന രോഗമാണ്. തീർച്ചയായിട്ടും അല്ല. പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഷുഗർ. രണ്ടാമത്തെ കാരണം അന്നജം, കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം. അതെ, ചോറ്. അതെ 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 ചില നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചോറ് ഉപയോഗിക്കുന്നുണ്ട്. അത്രയ്ക്കാം ഒരു കാരണവശാലും ഈ ലെവലിലുള്ള അന്നജത്തിന്റെ അല്ലെങ്കിൽ ചോറിന്റെ ഉപയോഗം നമുക്ക് അംഗീകരിക്കാനാവുന്നില്ല. അപ്പൊ മട്ടനും ബീഫും ഒന്നും അല്ല യഥാർത്ഥ വില്ലൻ. അല്ല 100% അല്ല. അത് തെറ്റായിട്ടൊരു ധാരണയാണ്. അതിന് ആവശ്യത്തിലധികം പഠനങ്ങളും ഇപ്പോഴല്ല 100 വർഷമായിട്ട് അവൈലബിൾ ആണ്. പക്ഷെ വ്യാപകമായിട്ട് ആളുകളിൽ പ്രചരിച്ചിരിക്കുന്നത് മട്ടനും ബീഫുമാണ് ഫാറ്റി ലിവറിന്റെ. അല്ല, തീർച്ചയായിട്ടും അല്ല. അത് ആക്ച്വലി ഈ ധാരാളം എവിഡൻസ്, അതായത് തെളിവുകൾ സയൻസിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്ക് ഇനി കൂടുതൽ ഒരു ടെസ്റ്റ് ഒരു പഠനം നടത്തേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഇപ്പൊ മലദ്വാര ക്യാൻസറുകൾ വ്യാപകമാകുന്നു. ആരും അറിയാതെ പോകുന്നൊരു. അതെ അതെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മലദ്വാരത്തിന്റെ ക്യാൻസർ അറിയുന്നത് കുറച്ച്, സാധാരണ എല്ലാ ക്യാൻസറും അങ്ങനെ തന്നെയാണ്. മലദ്വാരത്തിന്റെ ലക്ഷണങ്ങൾ അവഗണിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അതായത് മലത്തിലെ രക്തത്തിന്റെ അംശം കാണുന്നത് അത് പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതുപോലെ നമ്മുടെ മലവിസർജ്യത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതായത് കോൺസ്റ്റിപ്പേഷൻ ആവാം അല്ലെങ്കിൽ ലൂസ് മോഷൻ ആവാം. അതായത് ഇപ്പോൾ നമ്മളെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോർമലായിട്ട് പോകുന്നുണ്ട് മലവിസർജ്യത്തിനുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ വ്യത്യാസം, ഇതൊക്കെ മലദ്വാരത്തിന്റെ ക്യാൻസറിന്റെ തുടക്കമാവാം. അപ്പൊ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഉടനടി ഒരു ഗാസ്ട്രോളജി ഇപ്പോൾ ഏകദേശം കണക്കനുസരിച്ചിട്ട് ഏകദേശം ഒരു 10 മുതൽ 20% വരെ വർധനമാണ് കാണുന്നത്. ഇത് 2 വ്യത്യാസങ്ങൾ കാണുന്നു. ഒന്ന്, ഇതൊരു യങ് ജനറേഷനും കൂടെ കാണുന്നുണ്ട്. പണ്ടെല്ലാം ഈ മലദ്വാരത്തിന്റെ ക്യാൻസറും കാണുന്ന ഒരു 50 ഇപ്പൊ അതിൽ വ്യത്യസ്തമായിട്ട് ഒരു 30-40 വയസ്സുള്ള ചെറുപ്പക്കാർക്കിടയിലും ഈ മലദ്വാരത്തിന്റെയും വൻകുടലിന്റെയും ക്യാൻസർ വ്യാപകമായിട്ട് കാണുന്നുണ്ട്.
ഇതൊരു കഴിഞ്ഞ ഇതിനേക്കാളും കാണുന്ന ഒരു വ്യത്യാസമാണ്. Yes. കഴിഞ്ഞ ഒരു 2-3 ദശകമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഈ മലദ്വാരത്തിന്റെ Yes. ഡോക്ടർ, ഈ ഫാറ്റി ലിവറെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പറയുന്നുണ്ട്. ഇപ്പം വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നിയത് മട്ടനും ബീഫും വില്ലനല്ല എന്നുള്ളത്. പഞ്ചസാര മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും അല്ല. ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നമ്മൾ അറിയാത്തൊരു വില്ലനാണ്, ആരും അത് ഹൈലൈറ്റ് ചെയ്തൊരു വില്ലനാണ് പഞ്ചസാര, ഷുഗർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഉപയോഗം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, എല്ലാ 1 കിലോമീറ്ററിനുള്ളിലും 2-3 ബേക്കറി. ഇതെല്ലാം അതെ ഇതെല്ലാം പഞ്ചസാരയാണ്. ഇവരുടെ എല്ലാം പ്രധാന അട്രാക്ഷൻ പഞ്ചസാരയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇത് നമ്മളറിയാതെ മദ്യപാനത്തെക്കാൾ വളരെയായിട്ടൊരു പ്രവണതയാണ് ഈ ഷുഗറിന്റെ അമിത ഉപയോഗം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യർക്ക് സാധാരണ ഷുഗറിന്റെ ഒരു ആവശ്യമില്ല, പഞ്ചസാരയുടെ ആവശ്യം ഇല്ല. ഒരു ഗ്രാം പോലും പഞ്ചസാര മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത ഒരു പദാർത്ഥമാണ്. അപ്പൊ അതിന്റെ അമിത ഉപയോഗം ലിവർ ഫാറ്റും അതുപോലത്തെ കോംപ്ലിക്കേഷൻസും ഇടയാക്കുന്നുള്ള ഒരു വിവരം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതല്ല. തീർച്ചയായിട്ടും. ഒരു ചോദ്യം, ഫാറ്റി ലിവർ ഏതൊക്കെ ഇപ്പൊ പല ആളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് 2 സ്റ്റാർ ആണ്, 2 സ്റ്റേജ് ആണ്, 2nd സ്റ്റേജ് ആണ്, 3rd സ്റ്റേജ് ആണ്. എന്താണ് ഈ സ്റ്റേജുകളുടെ ക്രമീകരണം? അതുകൊണ്ടുള്ള പ്ലസും മൈനസും പറയും. സ്റ്റേജിങ് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ സാധാരണ അൾട്രാസൗണ്ട് അബ്ഡോമൻ, സാധാരണ ഈ ഫാറ്റ് ലിവർ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് ഏതെങ്കിലും ഒരു ഇമേജിങ് വെച്ചിട്ടാണ്. അപ്പൊ അതിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജിങ് മെത്തേഡാണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ. വളരെ ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ് ലിവർ ഫാറ്റ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അൾട്രാസൗണ്ട് അബ്ഡോമൻ മുഖേന ഫാറ്റ് ലിവർ കണ്ടുപിടിക്കണമെങ്കിൽ ലിവറിൽ ഒരു മിനിമം ഒരു 20-30% ഫാറ്റ് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ ഈ 10 മുതൽ 30% വരുന്ന ഫാറ്റ് അൾട്രാസൗണ്ട് ഈ സോണോഗ്രാഫിയിൽ മിസ്സാവാം. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ. എല്ലായിടത്തും അവൈലബിൾ ആണ്, അധികം ചിലവും വരുന്നില്ല. അതുകൊണ്ട് ഫാറ്റ് ലിവർ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് അൾട്രാസൗണ്ട്. അപ്പോൾ ഈ അൾട്രാസൗണ്ടിലാണ് നമ്മൾ ഈ ഫാറ്റ് ലിവർ ഗ്രേഡ് ചെയ്യുന്നത്. ഗ്രേഡ് 1, 2, 3, ഗ്രേഡ് 4 എന്ന് പറയുന്നതാണ് സിറോസിന്റെ അവസ്ഥ. പക്ഷേ ഈ ഗ്രേഡിങ് ഒരു സബ്ജക്റ്റീവ് ആയിട്ടാണ്. അപ്പോൾ അത് രണ്ടുപേര് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ഗ്രേഡ് 1 എന്ന് പറയും, മറ്റേ ചിലപ്പോൾ ഗ്രേഡ് 2 എന്ന് പറയും. ഏറ്റവും ഗ്രേഡ് 1ഉം 2ഉം നമുക്ക് എന്തൊക്കെ അപകടം ഉണ്ടാകും? ഞാൻ പറയുന്നത് ഇത് ഗ്രേഡ് കൊണ്ട് മാത്രം നമുക്ക് ലിവറിനുണ്ടാകുന്ന ഡാമേജ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ചില ഈ ഗ്രേഡിങ് ആക്ച്വലി ലിവറിൽ എത്ര കണ്ട് ഫാറ്റ് ഉണ്ടെന്നതിന് അനുസരിച്ചിരിക്കും. പക്ഷേ ഇത് ലിവറിന് എത്ര കണ്ട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അതിന് പറയുന്നത് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്, അതായത് ലിവറിൽ നാരുകൾ അടിഞ്ഞു വിട്ട് ലിവർ സ്റ്റിഫാവുന്ന അവസ്ഥ, അതാണ് സിറോസിസ്. അപ്പോൾ ഇത് സിറോസിലോട്ട് നീങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ഈ അൾട്രാസൗണ്ട് മുഖേന നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നൂതനമായിട്ടൊരു മെത്തേഡ് കൂടെ വന്നിട്ടുള്ളത്, ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. അതിപ്പോൾ വളരെ വ്യാപകമായിട്ട് അവൈലബിൾ ആണ്, ഫൈബ്രോസ്കാൻ. അപ്പോൾ ഇതൊരു സബ്ജക്റ്റീവ് അല്ലാതെ ഒബ്ജക്റ്റീവ് ആയിട്ടൊരു മെത്തേഡാണ്, കുറച്ചും കൂടെ ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അതിന് അനവധി പഠനങ്ങളുടെ അടിസ്ഥാനം കൂടിയുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു 90% ആക്യുറസിയോടെ നമുക്ക് ലിവറിൽ ഉണ്ടാകുന്ന ഫാറ്റ് കാരണം മൂലം ലിവർ സിറോസിലോട്ട് പോകുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് ഒരു വാല്യൂ വെച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൻ്റെ വാല്യൂ നോർമലായിട്ട് വരുന്ന ഒരു 5-6 ഉള്ളിലാണ്. 8 മുകളിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിവർ സിറോസിലോട്ട് നീങ്ങുന്നുണ്ടെന്നാണ്. 23 അല്ലെങ്കിൽ 20 മുകളിലുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ ലിവർ സ്റ്റിഫ്നെസ് മെഷർമെന്റ് എന്നാണ് പറയുന്നത്. ഈ വാല്യൂ അതൊരു 20 മുകളിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിവർ സിറോസ് ആയി എന്നാണ്. അതുകൊണ്ട് ലിവറിന് എത്ര കണ്ട് ഡാമേജ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും പ്രായോജനകരമായിട്ടുള്ളത്, അതായത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ളത്, ഒരു അൾട്രാസൗണ്ട് മെഷീൻ വെച്ച് തന്നെ ഏകദേശം അതുപോലത്തെ ഒരു മെഷീൻ വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഫൈബ്രോസ്കാൻ ആണ് കുറച്ചും കൂടെ ലിവറിലെ ഡാമേജ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള മെത്തേഡ്. ഒരു വൈറസ് സംബന്ധമായ വിഷയങ്ങൾ ഇപ്പം ഈ പറയുന്ന ക്യാൻസറിനൊക്കെ സാധ്യതയുണ്ടോ എന്നറിയാൻ നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് ശാസ്ത്രീയമായിട്ട് യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെ ചെയ്യാം? ഒന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആണ്, കുറച്ച് ലിക്വിഡ് ബയോപ്സി എന്ന് പറയുന്നത്. കുറച്ച് ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട് നമ്മുടെ ബ്ലഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള, അതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡ്. രണ്ടാമത് പിന്നെയുള്ളത് നമ്മൾ എൻഡോസ്കോപ്പി. ഇപ്പോൾ അന്നനാളം, ആമാശയം, ചെറുകുടൽ, ഈ ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അപ്പർ ജി എൻഡോസ്കോപ്പി എന്ന മാർഗ്ഗം ഉപയോഗിക്കാം. വൻകുടലിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനായിട്ട് കൊളോണോസ്കോപ്പി ഉപയോഗിക്കാം. പാൻക്രിയാസിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനായിട്ട് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെയുള്ളതാണ് ഈ ക്രോസ് സെക്ഷണൽ ഇമേജിംഗ് എന്ന് പറയുന്നത്, CT MRI. ഇതും ഒരു പരിധി വരെ നമുക്ക് ക്യാൻസറിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായിച്ചു. ഒരു ക്യാൻസറിലേക്ക് പോകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു മനുഷ്യന് ലിവർ സിറോസിസ്, അതുപോലെ ക്യാൻസർ, ലിവറിനെയും വയറിനെയും ഡാമേജ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്?
അത് അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഭക്ഷണം ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെ ഒരു ഭക്ഷണം ജങ്ക് ഫുഡുകൾ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന് വെച്ചില്ല. അങ്ങനെ പിന്നെയുള്ള വെച്ചാൽ ഈ ജപ്പാനിൽ അവർ കൂടുതലായിട്ട് സാൾട്ടഡ് ഫിഷ് ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്. അവർക്ക് നമ്മുടെ ആമാശയത്തിൻ്റെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അതല്ലാതെ പിന്നെയുള്ള വെച്ചാൽ ഈ ഇതാണ് റെഡ് മീറ്റ്. അത് വൻകുടലിൻ്റെ ക്യാൻസറിന് കാരണമാവും. പക്ഷെ അതും നമ്മൾ റിസ്ക് നോക്കുകയാണെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള റിസ്ക് ആണുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊരു ദിവസം ഒരു 100 ഗ്രാം റെഡ് മീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വരുന്ന റിസ്ക്, റിലേറ്റീവ് റിസ്ക് ഒരു 1.18 ആണ്. ആക്ച്വലി അത് നോക്കുകയാണെങ്കിൽ റിസ്ക് വളരെ ഹൈ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭക്ഷണപദാർത്ഥം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, റെഡ് മീറ്റിന്റെ ഉപയോഗം, അമിതമായ ഉപയോഗം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസേന ഒരു 100 ഗ്രാമിലും കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ വൻകുടലിന്റെ ക്യാൻസറാനുള്ള സാധ്യത ഒരു 1.18% കൂടുതലാണ് എന്ന് പറയാം. അമിതമായ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ 100 ഗ്രാമിലും കൂടുതൽ ഉപയോഗിക്കണം ദിവസം, ഡെയിലി. അതാണ് അങ്ങനെ വരുന്നത്. വൻകുടലിന്റെ ക്യാൻസറിന് കാരണമാവാം എന്നാണ് പറയുന്നത്. അതെ, അല്ലാതെ കണ്ട് ഒരു പ്രത്യേക ഭക്ഷണത്തിന്റെ ഉപയോഗം ക്യാൻസർ ആണെന്നുള്ളതിന് ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. അതായത് സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറയുന്ന പോലെ ഇന്നൊരു ഭക്ഷണം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതിൽ ഒരു മിസ്സാകുന്ന വലിയൊരു പോയിന്റ് ഉണ്ട്, ആരും പ്രൊജക്ട് ചെയ്യാത്തൊരു പോയിന്റ്. എന്താ വെച്ചാൽ ഈ ഫാറ്റ് ലിവർ അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ്, നമ്മുടെ പ്രമേഹം, ഇത് ഏകദേശം ഒരു 12 മുതൽ 14 ക്യാൻസറുകൾക്ക് പ്രമേഹം 12 മുതൽ 14 ക്യാൻസറുകൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പൊ ഈ പ്രമേഹത്തിന് എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് അത് എപ്പോഴും അറിഞ്ഞിരിക്കണം. പ്രമേഹം എന്നുള്ള ഇതല്ല, അതിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പർ ഇൻസുലിനീമിയ, അതാണ് ഈ ക്യാൻസറുകൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പർ ഇൻസുലിനീമിയ ആക്ച്വലി ഭക്ഷണമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു അത് ഭക്ഷണത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ഫാറ്റ് ലിവറിനും മൂല കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പർ ഇൻസുലിനീമിയാണ്. എന്ന് വെച്ചാൽ ഫാറ്റ് ലിവർ ഏകദേശം 10-12 ക്യാൻസറിന്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് ലിവർ ഫാറ്റ് എന്ന് വെച്ചാൽ ലിവറിനെ മാത്രം ബാധിക്കുന്ന രോഗമല്ല, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ബാധിക്കുന്ന ഒരു രോഗമാണ്. അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് ശരീരത്തിൻ്റെ, അതായത് നമ്മുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു മെയിൻ പുറത്ത് കാണിക്കുന്ന ഒരു ഇത് ലിവർ ഫാറ്റാണ്. ലിവർ സാധാരണ ആളുകൾക്ക് ലിവർ കുറെ പണിയെടുക്കുന്നുണ്ടെന്ന് അറിയാം. ലിവർ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എടുക്കുന്ന പ്രധാന പണികൾ ശുദ്ധീകരണം മാത്രമാണ്, വേറെ കുറേ അധികം ഒരു ഏകദേശം 400-ലധികം ശരീരത്തിലെ 400-ലധികം ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ. 400-ലേറെ വെച്ചാൽ ശരീരത്തിലെ മെറ്റബോളിസം, അതായത് ഉപാപചയം എന്ന് പറയുന്നുണ്ട്. അതിന്റെ മെയിൻ സോഴ്സ്, അതായത് നമ്മുടെ ശരീരത്തിലെ മെയിൻ എഞ്ചിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറാണ്. അതായത് ലിവർ ഇല്ലെങ്കിൽ ബാക്കി ഒരു ഓർഗനും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിൻ ഉദ്ദേശം ഇതുപോലെ തന്നെ ഭക്ഷണത്തിന്, അതായത് പ്രോട്ടീൻ സിന്തസിസ്, അതായത് നമ്മുടെ ശരീരത്തിലെ ഈ പ്രോട്ടീൻ അന്നജത്തിന്റെ സിന്തസിസ്, കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഫാറ്റ് മെറ്റബോളിസം, അതുപോലെ തന്നെ ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ടോക്സിക് മെറ്റീരിയൽസ് ഒക്കെ നീക്കം ചെയ്യുന്ന ലിവറാണ്. അതുപോലെ തന്നെ കുറേയധികം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്, ചില ഹോർമോൺസ്, ഇതെല്ലാം പ്രധാനമായിട്ടും ലിവർ. ഇതിലും ഏറ്റവും അറിയേണ്ടത് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം, റെഗുലേഷൻ ഓഫ് ഗ്ലൂക്കോസ്, അത് മെയിനായിട്ട് ലിവറാണ് നിർവഹിക്കുന്നത്. ഈ മനുഷ്യന്റെ മാനസിക നിലവാരം, സംഘർഷങ്ങൾ, അതുപോലെ തന്നെ ഡിപ്രഷൻ, വിഷാദരോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ലിവറിനെയും നമ്മുടെ ആന്തരിക അവയവങ്ങളെയും ഏത് തരത്തിൽ ബാധിക്കും? ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, ടെൻഷൻ, ഇതെല്ലാം എല്ലാ അവയവങ്ങളെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് ഉറക്കം എന്നുണ്ടല്ലോ, നിങ്ങൾ മറ്റു ഉറക്കം അതുപോലെ തന്നെയാണ്. ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങണം. സുരക്ഷിതമാകണമെങ്കിൽ തീർച്ചയായിട്ടും 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ് കണക്ക്. ലിവർ സുരക്ഷിതമായിരിക്കും. പിന്നെ മാനസിക നിലവാരങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നതല്ല, ഇതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഇതാണ് പൊതുവെ എല്ലാ ഇതും വരുന്നത്. ഈ ഡയറക്റ്റായിട്ട് ലിവറിനെ ബാധിക്കുന്ന വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഏതൊക്കെ പ്രായക്കാരാണ് ശരിക്കും ലിവർ അപകടാവസ്ഥയിലായി അല്ലെങ്കിൽ വയറ് അപകടാവസ്ഥയിലായി ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 10-20 വർഷങ്ങളായിട്ട് കാണുന്നൊരു പുതിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഈ സാധാരണ ഒരു 50 വയസ്സിന് മുകളിലായിരുന്നു നമ്മൾ സാധാരണ എൻ്റെ തുടക്കകാലത്തെല്ലാം നമ്മൾ അസുഖബാധിതരായിട്ട് നമ്മുടെ ഒ പിയിൽ കാണിക്കുന്നില്ല. ഭൂരിപക്ഷം പേരും ഒരു 50 വയസ്സിന് മുകളിലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ വെച്ചാൽ, കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിലായിരിക്കാം നമ്മുടെ ഒ പിയിൽ വരുന്ന രോഗികളിൽ തന്നെ 50%
ഈ ചെറുപ്പക്കാരാണ്. എത്ര വയസ്സാണ്? ഒരു 30-40 വയസ്സിലുള്ള ആളുകളാണ് കൂടുതലായിട്ട് പോകും. അവരെക്കാണ് കൂടുതൽ രോഗങ്ങളും കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ ജീവിതശൈലിയുള്ള വ്യത്യാസങ്ങളാണ്. ഒന്ന് ഈ ഭക്ഷണത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവർ ജോലി സംബന്ധമായിട്ടുള്ള അവരുടെ ടൈമിങ്സ്, സമ്മർദ്ദം, ഇതെല്ലാം കൂടുതലായിട്ട് കാണുന്നത് തീർച്ചയായും ചെറുപ്പക്കാരിലാണ്. ഇനി രണ്ടാമത് ഈ ഇതിനെ പറ്റിയിട്ടുള്ള അവബോധവും പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ട് കുറേ പേർക്കെല്ലാം ഇതിനെപ്പറ്റി നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ ചില ആൾക്കെല്ലാം അത് തെറ്റിദ്ധാരണയാണ് കൂടുതലായിട്ട്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഉപയോഗം ഉണ്ടായിരിക്കാം, തെറ്റായ ധാരണകളും അവർക്ക് വരുന്നുണ്ട്. അപ്പം അതിന് കൂടെ ഒരു വ്യത്യാസം വരുത്തണമെങ്കിൽ ആധികാരികത എല്ലാ ഇതിലും അങ്ങനെയാണ്. എല്ലാ ഇതിനും അതിനൊരു ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മളൊരു കാര്യം വിശ്വസിക്കുന്നതിന് മുമ്പ് ഇത് ആധികാരികമാണോ എന്നുള്ളത് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ ജനങ്ങളുടെ ഈ ഗ്യാസ്ട്രോഎൻട്രോളജി ഇത്രയും വിപുലമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ റിസർച്ചുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ എത്രമാത്രം ബോധവാന്മാരാണ് ഈ ശാസ്ത്രശാലയെ കുറിച്ച്? ജനങ്ങളുടെ ഇടയിലുള്ള അവബോധം തീർച്ചയായിട്ടും നാൾക്ക് നാൾ വർദ്ധിക്കുന്നുണ്ട്. മലയാളി സമൂഹം കുറച്ചും കൂടെ നമ്മൾ ഉത്തരേന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാളി സമൂഹം വളരെ അഡ്വാൻസ്ഡ് ആണ്. ആക്ച്വലി ഈ ശാസ്ത്ര ശാഖയെ പറ്റിയിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയുന്നത് ചിലപ്പോൾ കേരളക്കാരായിരിക്കും, മലയാളികളായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏത് കോണിലുണ്ടാകുന്ന പുതിയ സംഭവവാസങ്ങൾ ഏറ്റവും അധികം അറിയുന്നത്, ആദ്യം മനസ്സിലാക്കുന്നതും അത് ഉൾക്കൊള്ളുന്നതും മലയാളി സമൂഹമാണ്. ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മലയാളി സമൂഹമാണ് ഇതാദ്യം തന്നെ ഉൾക്കൊള്ളുന്നത് മലയാളി സമൂഹമാണ്. താങ്കൾ എവിടെയാണ് ജനനം? എൻ്റെ ജനനം തൃശ്ശൂർ ജില്ലയിൽ കുറുക്കഞ്ചേരി എന്ന പ്രദേശം. മാതാപിതാക്കൾ ഇപ്പോൾ റിട്ടയർഡ് എംപ്ലോയീസ് ആണ്. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. എന്താണ് അമ്മയുടെ പേര്? സീമന്തിനി. അച്ഛൻ ഗോപി, ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയി ആയിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറായി വിരമിച്ചതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറാണ് പിതാവ്. അതെ, അമ്മ അധ്യാപിക. എത്ര മക്കളായിരുന്നു? 3 മക്കളാണ്. 3 ആൺമക്കളായിരുന്നു. 3 ആൺകുട്ടികൾ. അതെ അതെ, ഞാൻ ഏറ്റവും ഇളയവനാണ്. മൂത്തവരൊക്കെ എന്ത് ചെയ്യുന്നു? എന്റെ മൂത്ത ജ്യേഷ്ഠൻ KSCB-യിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ പേര് സുധീർ, KG സുധീർ. രണ്ടാമത്തെ സഹോദരൻ കേരള വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്നു. 3 പേരാണ്. അതെ അതെ. താങ്കള് ബാല്യകാലമൊക്കെ പഠനമൊക്കെ എവിടെയായിരുന്നു? പഠനമെല്ലാം തൃശ്ശൂർ തന്നെയായിരുന്നു. രാമാനന്ദ മെമ്മോറിയൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ എന്റെ വീടിനടുത്തുള്ള ഒരു LKG UKG ഡയറക്റ്റ് 1ാം ക്ലാസ്. 1 മുതൽ 10 വരെ സർക്കാർ സ്കൂളാണ്. 1 മുതൽ 4 വരെ ഞാൻ അവിടെയാണ് പഠിച്ചത്. സ്കൂളായിരുന്നത് രാമാനന്ദ മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂളാണ്. അവിടെ 1 മുതൽ 4 വരെ ആയിരുന്നു. അതിനുശേഷം മോഡൽ ബോയ്സ് ഹൈസ്കൂൾ, തൃശ്ശൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് പഠനം. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആണോ +1 +2 ആണോ? പ്രീ ഡിഗ്രി ആയിരുന്നു. എല്ലാം പ്രീ ഡിഗ്രി. സെന്റ് തോമസ് കോളേജ്, പ്രശസ്തമായ കോളേജുകളാണ്. 10ാം ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? മാർക്കെല്ലാം 10ാം ക്ലാസ്സിൽ എനിക്ക് ഇതുള്ള കാലം നമ്മുടെ റാങ്കിന്റെ കാലഘട്ടം. എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഏകദേശം എനിക്കൊന്നൊരു 3-4 മാർക്കിന്റെ കുറവാണ് അന്നുണ്ടായിരുന്നത്. റാങ്കിന് തുല്യം തന്നെയാണല്ലോ. അതെ, അല്ല അന്ന് റാങ്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അത് മാർക്ക് ഞാനിപ്പോൾ ഓർക്കാൻ കാണിച്ചില്ല. 5, 6, 7 അങ്ങനെയായിരുന്നു എന്റെ 560. അതുപോലെ തന്നെ പ്രീ ഡിഗ്രി മാർക്ക് അതുപോലെ തന്നെയായിരുന്നു. 7, 8, 9. 7, 8, 9. 5, 6, 7 SSLC. അതെ. PDC 7, 8, 9. അതൊരു വെറൈറ്റി ആണല്ലോ. 7, 8, 9. അതെ അതെ. അപ്പൊ സെന്റ് തോമസ് ആയിരുന്നു എന്റെ പ്രീ ഡിഗ്രി പഠനം. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെയാ വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്? ഞാൻ അങ്ങനെ അധികം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ട് പഠനം തന്നെയായിരുന്നു. പ്രധാനമായിട്ടും പഠനം തന്നെ. പ്രീ ഡിഗ്രിക്ക് ഏതാ ഗ്രൂപ്പ് എടുത്തിരുന്നത്? സെക്കൻഡ് ഗ്രൂപ്പാണ്. ഡോക്ടർ ആകണം എന്നുള്ള ഒരു മോഹം എപ്പോഴാണ്? കാരണം വീട്ടിൽ വേറെ ഡോക്ടേഴ്സ് ഇല്ല. ഇല്ല. എപ്പോഴാണ് അങ്ങനെ ഒരു മോഹം വരുന്നത്? ഏകദേശം ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെയാണ്. പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ എടുക്കാതെ അത് ആ സമയത്ത് തന്നെ ഏകദേശം പ്രീ ഡിഗ്രിക്ക് ചേരാൻ തീരുമ്പോഴാണ്. അതെ അതെ. സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥി പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ. രാഷ്ട്രീയം ഈ മോഡൽ ബോയ്സ് സ്കൂൾ രാഷ്ട്രീയ ഒരു ഭാഗം. പക്ഷേ ഞാൻ അതിന്റെ ഭാഗമായിട്ടൊരു അച്ചടക്കമുള്ള മകൻ, കൃത്യമായി പഠിക്കുക. വായന ഉണ്ടായിരുന്നു പ്രധാനമായിട്ട്? വളരെയധികം. ഏതൊക്കെ മേഖലയായിരുന്നു അന്ന് വായനക്ക് തിരഞ്ഞെടുത്തത്? പ്രധാനമായിട്ടും മലയാളം സ്റ്റോറീസ്, നോവൽസ്. അങ്ങനെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ, പ്രത്യേകിച്ച് ചെറുകഥകൾ, നോവലെല്ലാം ഞാൻ ആ സമയത്ത് തന്നെ വായിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായിരുന്നു? അന്ന് MT ആയിരുന്നു. ഇപ്പോഴും MT തന്നെയാണ്. പക്ഷേ ഏകദേശം തകഴി, ഉറുമ്പ്, എല്ലാവരുടെയും എല്ലാ പ്രധാനപ്പെട്ട
ചെറുകഥകളും നോവലുകളെല്ലാം ഞാൻ ആ കുടുംബത്തിൽ സമയത്ത് എത്ര ഡോക്ടേഴ്സ് ഉണ്ട് താങ്കളല്ലാതെ? ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്രമാണ്. എന്താണ് വീട്ടുപേര് അവിടെ അറിയപ്പെടുന്നത്? കടവിൽ ഹൗസ്. കടവിൽ കുടുംബത്തിൽ ഒറ്റ ഒരു ഡോക്ടറേ ഉള്ളൂ, അത് താങ്കളാണ്. പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം അതിനുശേഷം തൃശ്ശൂർ MBBS ഞാൻ ജോയിൻ ചെയ്തിരുന്നു 1994. എൻട്രൻസിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അന്ന് എൻട്രൻസ് നീറ്റ് അല്ല, ഓൾ ഇന്ത്യ സെപ്പറേറ്റ് എക്സാം ആണ്. കേരളത്തിൽ മെഡിസിൻ സെപ്പറേറ്റ് ആയിരുന്നു. മെഡിസിൻ സെപ്പറേറ്റ് ആണ്. ഓൾ ഇന്ത്യ എക്സാം സെപ്പറേറ്റ് ആണ്, മെഡിസിൻ സെപ്പറേറ്റ് ആണ്. രണ്ടും എഴുതിയിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ എൻട്രൻസ് മുഖേനയാണ് തൃശ്ശൂർ ജോയിൻ ചെയ്തത്. എന്റെ റാങ്ക് 1200 എത്രയായിരുന്നു. എനിക്ക് കേരളത്തിലെ 21 റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓൾ ഇന്ത്യ കോട്ടയിലാണ് ജോയിൻ ചെയ്തത്. അന്ന് അങ്ങനെയായിരുന്നു. ഒരു 100 സീറ്റാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുള്ളത്. അതിൽ 15 സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ റിസർവ്ഡ് ആണ്. അപ്പൊ നമ്മളൊരു അതെ അപ്പൊ നമ്മളൊരു സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ എടുക്കുമ്പോൾ കേരളത്തിൽ ഒരാൾക്ക് എക്സ്ട്രാ അഡ്മിഷൻ കിട്ടുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എടുത്തത്. അതൊരു നന്മ മനസ്സിലുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരാൾക്കും കൂടി അഡ്മിഷൻ കൂടുതൽ കിട്ടട്ടെ എന്നല്ല. അങ്ങനെ അവിടെ MBBS ചേരുന്നു തൃശ്ശൂർ മെഡിക്കൽ. ഏറ്റവും പഴക്കം മെഡിക്കൽ കോളേജിൽ ഒന്നാണ്. പൂങ്കുന്ന് ഇപ്പൊ എവിടെയാണത്? മുളകുന്നത്ത് തന്നെയാണ് ഇപ്പോഴും. അവിടെ 5 വർഷത്തെ അവിടുത്തെ ജീവിതം. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞു, ആദ്യമായിട്ട് ക്യാമ്പസിൽ പോകുന്നു. അവിടുത്തെ പഠനകാലം എങ്ങനെയാണ് ഓർക്കുന്നത്? വളരെ നല്ല ഓർമ്മകളാണ്. ആക്ച്വലി എനിക്ക് ഇന്ന് എനിക്ക് ഇതറിയില്ല, കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ടീച്ചിങ് ഉള്ളൊരു ഇതായിരുന്നു എല്ലാവരും. അവിടെയുള്ള ഇതെല്ലാം നമ്മൾ സാധാരണ പറയുന്ന പ്രീ ക്ലിനിക്കൽ മേഖല എന്ന് പറയും. ഒരു ഏകദേശം ഒരു 9-10 ശാഖകൾ ഉണ്ടായിരിക്കും. എല്ലാവരും ടീച്ചിങ്, അതായത് പഠനം അവിടെ പ്രധാന ഫോക്കസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 100 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മെഡിക്കൽ കോഴിക്കോട്, തിരുവനന്തപുരം അപേക്ഷിച്ച് അവിടെ 200 പേരാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. 200 പേര്. അപ്പൊ നമുക്ക് തൃശ്ശൂരെല്ലാം 100 പേരേ ഉള്ളൂ. അപ്പോൾ അധ്യാപകരുടെ ശ്രദ്ധ കൂടുതലായിട്ട് വിദ്യാർത്ഥികൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ നമ്പർ കൂടുമ്പോ 250. ഇപ്പൊ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോഴിക്കോടെല്ലാം 250 ആണുള്ളത്. തൃശ്ശൂർ 150 ഇപ്പൊ. അപ്പൊ ആ ശ്രദ്ധ തീർച്ചയായിട്ടും കുറഞ്ഞു വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ഈ 5 വർഷത്തെ എക്സ്പീരിയൻസിൽ മനസ്സിന് ടച്ചിങ് ആയിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു. കാരണം ഒരു മെഡിക്കൽ വിദ്യാർത്ഥി മൃതദേഹമൊക്കെ കാണുന്ന ഒരു സീന്, അതിന് മുമ്പ് അങ്ങനെയുള്ള ഒരു അവസരമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെയാണ് അനാട്ടമി എന്ന് പറയും. നമ്മൾ ഈ മൃത ശരീരങ്ങളെ നമ്മൾ ഡിസെക്ഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് തുടക്കം. ഈ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ഈ പഠനത്തിൽ തുടക്കം അതാണ്. ഈ മൃതശരീരത്തിനെ അല്ലെങ്കിൽ അതിനെ ഡിസെക്ട് ചെയ്തിട്ട് മുറിച്ചിട്ടുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ ശരീരത്തിന്റെ അനാട്ടമി, ഘടന എന്തെന്നൊക്കെ പഠിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഫോറൻസിക് നമ്മളിത് പറയുന്ന ഈ പോസ്റ്റ്മോർട്ടം എല്ലാം വരുന്ന ഒരു 4th ഇയറിലാണല്ലോ. പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അപ്പോഴൊക്കെ നമ്മൾ മനസ്സ് ഓൾമോസ്റ്റ് പാകപ്പെടുത്തിയെടുത്തിരിക്കും. ഇതെല്ലാം നമ്മൾ പിന്നെ വെച്ചാൽ നമുക്കൊരു ശാസ്ത്ര കൗതുകം ഉണ്ടായിരിക്കും. ഈ മരണം സംഭവിച്ചു എങ്ങനെ അത് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, അതാണ് ഏറ്റവും പ്രധാനം. ഈ പോസ്റ്റ്മോർട്ടം എന്തിനു ചെയ്യുന്നുള്ള ഒരു അത് വളരെ മെഡിക്കൽ മാത്രമല്ല, നമ്മളൊരു സാധാരണ ജനങ്ങൾ ശാസ്ത്ര കൗതുകമുള്ള ആർക്കായാലും ഒരാൾ എന്തുകൊണ്ട് ഒരാൾക്ക് മരണം സംഭവിച്ചു അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുറേ സമയത്ത് നമ്മൾ ഈ മരണത്തിന് മുമ്പുള്ള നമ്മളുടെ ഡയഗ്നോസിസ് ഇന്ന രോഗം എന്നുള്ള ഇത് തീർത്തും മാറും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ. ചിലപ്പോൾ വരാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അല്ല ഞാൻ പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ ശാസ്ത്രശാഖ വളരുന്നത് അങ്ങനെയാണ്. ചില കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണം കൊണ്ടാണ് മെഡിക്കൽ സയൻസ് വളർന്നുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്മോർട്ടം ഡയഗ്നോസിസ് വെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് വളരെയധികം അവഗണന നേരിടുന്ന ഒരു ഇതാണ്. ഇപ്പോഴാണ് കുറച്ചും കൂടെ കോമൺ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഇത് ഒരു പ്രധാനപ്പെട്ട ശാസ്ത്ര മേഖലയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും നമ്മുടെ മെഡിക്കൽ ഇതിലെല്ലാം എന്തുകൊണ്ട് ഒരു രോഗി മരണം സംഭവിച്ചു എന്നുള്ളതിന് നമുക്ക് 100% ഒരു ചിത്രം തെളിഞ്ഞു വരുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം. അന്ന് ഫോറൻസിക് സർജൻ എന്ന ഒരു പോസ്റ്റിലേക്ക് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അന്നെല്ലാം വളരെ കുറച്ച് പേരുണ്ടായിരുന്നു. ഇപ്പൊ കൂടുതലായിട്ട് ആൾക്കാർക്ക് അതിന്റെ അതിന്റെ ഉപയോഗം മനസ്സിലാക്കി വരുമ്പോൾ കുറെ പേര് അതിൽ ആകർഷ്ടരായിട്ട്, പുതിയ തലമുറയിൽ കുറെ പേര് അത് ഇഷ്ടം കൊണ്ട് എടുക്കുന്നുണ്ട്. അന്നെല്ലാം കുറെ പേര് ഫോഴ്സ്ഡ് ആയിട്ട് എടുക്കുകയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, നിർബന്ധപൂർവ്വം ആളില്ല അങ്ങനെ എടുത്ത് വരും. ഇന്നങ്ങനെയല്ല, കുറെ പേര് താല്പര്യം കൊണ്ട് അതിനെ എടുക്കുന്ന കുറേയധികം പേരുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം. മെഡിക്കൽ കോളേജിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ 5 വർഷത്തെ പഠനത്തിനിടയിൽ ഏറ്റവും നന്നായി മനസ്സിൽ സൂക്ഷിക്കുന്ന അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ പറ്റും? കുറേയധികം പേരുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവര്, എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്ന മെഡിസിൻ അവരെ കണ്ടിട്ടാണ് ഞാൻ ഈ മെഡിസിൻ എന്ന ഇതിലോട്ട് എടുക്കാൻ തന്നെ കാരണം അതാണ്. അപ്പോൾ നമുക്ക് ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ ആന്റണി,
അങ്ങനെ കുറേയധികം ആരൊക്കെയാണ് ഏതൊക്കെ മേഖലയിൽ എത്തി ബാച്ച്? എൻ്റെ ബാച്ചിൽ ഇപ്പോൾ ഗാസ്ട്രോളജി തന്നെ 3 പേരുണ്ട്. ഒരാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മറ്റേ കോട്ടക്കലാണ്, ഒരാൾ ഇവിടെയാണ്, പുറത്താണ്, ഓസ്ട്രേലിയയിലാണ്. കാർഡിയോളജി 4-5 പേരുണ്ട്, കേരളത്തിലും പുറത്തും, US, UK, ഇവിടെ എല്ലാം കുറേയധികം ആളുകളുണ്ട്. ഈ മെഡിക്കൽ കോളേജ് കാലഘട്ടത്തിൽ മറ്റു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അന്നൊക്കെ? ഒത്തിരി മെഡിക്കൽ കോളേജിൽ ക്യാമ്പസ് ഒക്കെ കുറച്ച് റാഗിങ്ങിന്റെ ഒക്കെ കാലഘട്ടമാണല്ലോ. ഈ ആന്റി റാഗിങ് ലോസ് എല്ലാം വരുന്ന ആക്ച്വലി ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് റാഗിങ് അന്ന് വളരെ കുറവായിരുന്നു. സ്ട്രിക്റ്റ് ആയിട്ട് ആന്റി റാഗിങ് സ്ക്വാഡ് ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് റാഗിങ് അന്ന് മുതൽ 1994 മുതൽ പൊതുവെ റാഗിങ് കുറഞ്ഞു വന്നിരുന്നു. 5 വർഷത്തെ അവിടുത്തെ പഠനത്തിന് ശേഷം പിന്നെ സ്പെഷ്യലൈസ് ചെയ്യാൻ ഗ്യാസ്ട്രോ എൻട്രോളജി തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അത് എന്റെ MD പഠനത്തിന് ശേഷം. എത്ര വർഷം മുമ്പാണ് അത് ഗ്യാസ്ട്രോ എൻട്രോളജി? ഞാൻ 2004 2004 ഈ 2 പതിറ്റാണ്ട് മുമ്പാണ് താങ്കൾ അതിനകത്ത് തെരഞ്ഞെടുക്കുന്നത്. അന്ന് ഗ്യാസ്ട്രോ എൻട്രോളജി ശാഖയൊന്നും അങ്ങനെ വ്യാപകമായിട്ട് എന്തുകൊണ്ട് ആ ശാഖ? ഒരു കാരണം അന്ന് ആരാണ് അങ്ങനെ ഒരു ഉപദേശം നൽകിയത്? അത് ഉപദേശം പ്രധാനമായിട്ടും എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ ശ്യാം, ഇപ്പോൾ ന്യൂറോളജിസ്റ്റായിട്ട് ദുബൈയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഡോക്ടർ ശ്യാമാണ് ഈ ഒരു നമ്മളങ്ങനെ ആയിരുന്നു, നമ്മൾ പരസ്പരം ഐഡിയ പങ്കുവയ്ക്കുന്ന സമയത്ത് ഇത് പിന്നെ അങ്ങനെയാണ് നമ്മളതിൻ്റെ എങ്ങനെയാണ് ഇത് ഈ മേഖലയിൽ എങ്ങനെ നമുക്ക് മുന്നേറാം, എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്, അതിൻ്റെ ഇത് എങ്ങനെ ദൂരവ്യാപകമായിട്ടുള്ള ഇതെങ്ങനെയാണ് അതെല്ലാം നമ്മൾ പഠിക്കുന്ന അപ്പോഴാണ്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ഡോക്ടർ ശ്യാമാണ്. അദ്ദേഹമാണ് സാധ്യത ഇതിനെങ്ങനെ. അതെ, നമ്മളങ്ങനെ പരസ്പരം ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതിൽ ഞാൻ 2001 ജിപ്മറിൽ ഞാൻ MD ചെയ്ത് ജിപ്മർ പോണ്ടിച്ചേരിയാണ്. 2001 മുതൽ 3 വരെയാണ് ഞാൻ ഈ എൻ്റെ MD മെഡിസിൻ കാലഘട്ടം. അത് വളരെ പ്രധാനപ്പെട്ട മെഡിസിൻ കഴിഞ്ഞിട്ടാണോ ഗ്യാസ്ട്രോ? അതെ അതെ, അങ്ങനെ MD എടുക്കാൻ പോണ്ടിച്ചേരി ജിപ്മറിലേക്ക്. തൃശ്ശൂരിൽ നിന്ന് ആദ്യ യാത്ര അങ്ങനെ പോണ്ടിച്ചേരിയിലേക്ക്. അതെങ്ങനെയായിരുന്നു അതിന്റെ എൻട്രൻസിന്റെ സ്വഭാവം? അത് അന്ന് ജിപ്മർ എൻട്രൻസ് സെപ്പറേറ്റ് എൻട്രൻസ് ആയിരുന്നു, ഓൾ ഇന്ത്യ എൻട്രൻസ് ആയിരുന്നു. അത് നമ്മൾ പോണ്ടിച്ചേരിയിൽ പോയി എഴുതണമായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി എനിക്ക് അതിൽ 4ാം റാങ്കാണ് കിട്ടിയിരുന്നത്. അപ്പോൾ MD മെഡിസിനിൽ 4ാം റാങ്കുകാരനാണല്ലേ? അതെ അതെ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോ. അപ്പോൾ അന്ന് ജിപ്മറിൽ 8 സീറ്റാണ് മെഡിസിൻ ഉണ്ടായിരുന്നത്. 8 സീറ്റിൽ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നാണ് ആൾ വന്നത്? അല്ല, ഇന്ത്യ മുഴുവനുണ്ട്. അല്ല, ഇന്ത്യ മുഴുവൻ ഓൾ ഇന്ത്യ എൻട്രൻസ് ആണത്. അപ്പോൾ ഇന്ത്യ മുഴുവൻ ആൾക്കാർ എഴുതിയിരുന്നു. അപ്പോൾ അതിൽ 4ാം റാങ്കാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഞാൻ ആദ്യത്തെ 3 റാങ്കാരും മെഡിസിൻ എടുത്തിരുന്നില്ല. ഞാനായിരുന്നു ആദ്യമായിട്ട് മെഡിസിൻ എടുത്തിരുന്നത്. അതിനുശേഷം 8 പേര് അതിലൊരാളാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ശ്യാം. ഈ 3 വർഷത്തെ പോണ്ടിച്ചേരി ലൈഫ് എങ്ങനെയാണ്? വളരെ ചില ഈ മെഡിസിൻ, ഈ മെഡിക്കൽ രംഗത്ത് എൻ്റെ ഈ ഗാസ്ട്രോളജി ഇതിലായാലും ഒരു പ്രധാനപ്പെട്ട നാഴിക്കല്ല് എന്ന് പറയില്ല നമ്മുടെ ജീവിതത്തിൽ. ആ നാഴിക്കല്ലും ഈ 3 വർഷമായിരുന്നു. മെഡിസിനോടുള്ള നമ്മൾ ഈ പഠനകാലത്തെല്ലാം നമുക്ക് ഈ പൊതുവേ നമുക്ക് ഇങ്ങനെ മെഡിസിനോട് അങ്ങനെ ഒരു വലിയൊരു ആകർഷണം തോന്നണമെന്നില്ല, പ്രത്യേകിച്ച് MBBS ടൈമിലെല്ലാം. പക്ഷേ ഈ 3 വർഷത്തെ ഈ ജിപ്മർ പഠനം നമ്മൾ മെഡിസിനോട് ഹൃദയം കൊണ്ട് അടുക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ വരുന്നത് ശരിക്കും ആ 3 വർഷത്തെ പഠനമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി 3 വർഷം. അത് ഞാൻ ബോംബെയിലാണ് ചെയ്തത്. സ്പെഷ്യാലിറ്റി കഴിയുന്നു, പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി. അത് ഞാൻ ബോംബെയിലാണ് ചെയ്തിരുന്നത്. ഏതാണ് ഹോസ്പിറ്റൽ? LTMG ഹോസ്പിറ്റൽ എന്ന് പറയും, ലോകമാന്യ മെഡിക്കൽ കോളേജ് ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയും. നമ്മൾ സയൻ മെഡിക്കൽ കോളേജ് എന്നാണ് പൊതുവെ പറയുന്നത്. ഇതെല്ലാം BMC, ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ബോംബെയിലെ മേജറായിട്ടുള്ള ഹോസ്പിറ്റൽസ് എല്ലാം റൺ ചെയ്യുന്നത്. 3 മെഡിക്കൽ കോളേജാണ് അവർക്കുള്ളത്. ഒന്ന് KEM, പിന്നെ നായർ, പിന്നെ സയൻ. അങ്ങനെ 3 ഹോസ്പിറ്റലാണ്. തൃശ്ശൂരിൽ തുടങ്ങി അവിടുത്തെ 3 വർഷം തീർച്ചയായിട്ടും വളരെ, അതും ഈ ഗാസ്ട്രോൻട്രോളജി ഇതിൽ നമുക്ക് ഈ ബോംബെയിലെ പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. അപ്പോൾ ലോകത്തിലെ നാനാഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ നമുക്ക് അവരായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നുണ്ട്. ആരൊക്കെയാണ് സഹപാഠികളായിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെ രാജ്യക്കാരായിരുന്നു? എന്റെ സഹപാഠി നമ്മുടെ നാട്ടുകാരൻ, കേരളക്കാരൻ തന്നെയായിരുന്നു, ഡോക്ടർ സെഫി. ഇപ്പൊ തലശ്ശേരിയിൽ. അതെ അതെ അതായിരുന്നു. എന്റെ സീനിയേഴ്സ് എല്ലാം പല സ്റ്റേറ്റിലാണ്. ചില ആൾക്കാർ കർണാടക, ആന്ധ്ര, അങ്ങനെ പല. ആ കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു?
മുംബൈ. അതും വളരെ നല്ല ഒരു പോണ്ടിച്ചേരി മുംബൈയൊക്കെ ഈ പഠനകാലത്ത് ഉണ്ടായ എന്തെങ്കിലും എക്സ്പീരിയൻസ് സങ്കടകരമായ ഇതെല്ലാം നിർത്തിപ്പോണം തോന്നുന്ന അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നും വേണ്ട, തലവേദന കഴിയിലാണ്. ഇല്ല അങ്ങനെ എക്സ്പീരിയൻസ് പോസിറ്റീവായി കിട്ടിയ എനർജി ഓരോ ദിവസം പോസിറ്റീവായിട്ട് എനർജി എന്ന് പറയാം. എപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഇൻസിഡൻസ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പോണ്ടിച്ചേരി ഒന്ന് രണ്ടെണ്ണം ഷെയർ ചെയ്യാൻ പറ്റിയത് നല്ല അനുഭവം. അല്ല, അങ്ങനെയല്ല, നമുക്കൊരു പിൻ പോയിന്റ് അല്ല, നമുക്ക് പല രീതിയിലും ചില ഈ ബോംബെയിലെ നമുക്ക് പല ഈ ഗാസ്ട്രോളജി രംഗത്തെ എല്ലാ ലോകം മുഴുവൻ ആൾക്കാർ അധികമായ ആൾക്കാരെ നമ്മൾ ഇടപെടാനുള്ള അടുത്ത ഇടപെടാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മേഖലയെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും അതിനിഷ്ടപ്പെടാനും അതിനുശേഷം നമുക്ക് ഈ നമ്മൾ പഠനശേഷം നമ്മുടെ ഈ കരിയർ, നമ്മുടെ ജോലി, നമ്മുടെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറ്റിയൊരു വ്യക്തമായിട്ടൊരു ധാരണ കിട്ടുന്നതിന് സഹായിച്ചു. നമ്മുടെ സമയം തീരുകയാണ്. ഡോക്ടർ കെ ജി സാബു പറഞ്ഞു വന്നപ്പോൾ വടക്കേ മലബാറിൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന ശാസ്ത്ര ശാഖ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആളാണ്. നമുക്കറിയാം, പരിയാരം മെഡിക്കൽ കോളേജായിരുന്നു നമുക്ക് ഏക ആശ്രയമായി ഒരു കാലത്തുണ്ടായിരുന്നത്. അവിടെ ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിന് തുടക്കം കുറിച്ചാണ്. പിന്നെ ആസ്റ്റൺ മിംസിലും ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. 15 വർഷത്തെ ജീവിതം വടക്കേ മലബാറിലെ ജനങ്ങളുടെ ജീവൻ രക്ഷയ്ക്കായി മാറ്റിവെച്ച കെ ജി സാബുവിന്റെ ജീവിതമാണ് സക്സസ് സ്റ്റോറിയിലൂടെ നിങ്ങൾ കണ്ടത്. ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് ഏറെ കാര്യങ്ങൾ. വളരുന്ന തലമുറയ്ക്ക് ജീവിതത്തിൽ മാതൃകയാക്കാനുമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചത്. അത് പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കും, അത് ഹൃദയത്തിൽ കുറിച്ചിടും. ജീവിതത്തിലുടനീളം ഇതൊക്കെ ഓർത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. വിലയേറിയ സമയമാണ് കെ ജി സാബു നമുക്ക് തന്ന. ഒത്തിരി രോഗികൾ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്ന വിലയേറിയ സമയത്തിന് സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം. ഓക്കെ.